നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തൊക്കെയാ വീട്ടിൽ സംഭവിച്ചോണ്ടിരിക്കുന്നെ? അവന്തിക ഗർഭിണിയാണെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറയുന്നു. എന്നാ നന്ദൻ ഇതൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞ അത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. ഞാനും അവന്തികയും ഒരു ഭാര്യ ഭർത്തൃ ബന്ധം ഇല്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെ ഒന്ന് സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? എന്നോട് അവന്തിക കാണിച്ച ക്രൂരതയൊന്നും ഞാൻ മറക്കത്തില്ല. എന്റെ മരണം വരെ ആ ഓർമ്മകൾ എന്നെ വേട്ടയാടുകയും ചെയ്യും. എന്റെ കൈകൊണ്ട് തന്നെ അവൾ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാ ഞാൻ. അതെല്ലാം മനസ്സിൽ നിന്ന് മാറ്റി ഒരിക്കൽ പോലും ഞാൻ അവന്തികയെ സ്നേഹമായിട്ടൊന്നും നോക്കിയിട്ട് പോലുമില്ല. അങ്ങനെ പെരുമാറിയിട്ടില്ല. എനിക്കുറപ്പാ അത്. നന്ദേണ്ണ ഇത്ര ഉറപ്പിച്ചു പറയുമ്പോ നമ്മൾ ആദ്യം കരുതിയതാവും ഡോക്ടർ ശരി. നെല്ലിശ്ശേരി വീട്ടിൽ നിന്നും പുറത്താക്കൂ എന്നൊരു സാഹചര്യം വന്നപ്പോ ഏട്ടത്തി മനഃപൂർവ്വമായിട്ട് ഇതൊക്കെ ഉണ്ടാക്കി പറഞ്ഞതാവും. എന്നിട്ട് വന്ന ഡോക്ടറിനെ കയ്യിലെടുത്ത് താൻ ഗർഭിണിയാണെന്ന് പറയിപ്പിച്ചതുമാവും. ഏട്ടത്തിക്ക് നല്ലതുപോലെ അറിയാം, ഗർഭിണിയാണെന്ന് പറഞ്ഞ നന്ദേണ്ണ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നവൾ എന്ന പരിഗണന കൊണ്ട് അച്ഛനെല്ലാം മറക്കുന്നു. കാര്യങ്ങളെല്ലാം ഏട്ടത്തെ തീരുമാനിച്ച പോലെ തന്നെ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനൊരു ചെയ്ത് നമ്മളും കരുതിയതല്ലല്ലോ. ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ പുറത്തു ചാടേണ്ടെന്ന് എനിക്ക് യാതൊരു പിടിയും കിട്ടുന്നില്ല. അവന്തിയെ കുറിച്ചുള്ള മുഴുവൻ കഥകളും ഞാൻ അച്ഛനോട് പറയാൻ പോവാ. അപ്പോ അച്ഛനായിട്ട് തന്നെ അവളെ വീടിന് പുറത്താക്കിക്കോളും. അതിനി അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല നന്ദ. കാരണം അവന്തിക ഗർഭിണിയാണെന്ന് എല്ലാവരും വിശ്വസിച്ചിരിക്കുക. ഈ സാഹചര്യത്തിൽ നന്ദൻ ചെന്ന് അവന്തികയെ പറ്റി എല്ലാം പറഞ്ഞാലും അത് നന്ദന്റെ തലയിലേ വരൂ. കുടുംബത്തെ ഇത്രയും ദ്രോഹിച്ച ഒരാളെ ഇത്രയും ദിവസം വീട്ടിൽ നിർത്തിയതിനും എല്ലാം ക്ഷമിച്ച് അവളോട് സ്നേഹം കാണിച്ചതിനുമൊക്കെ അതിന്റെ കൂടെ ഇപ്പോ ഗർഭിണിയാണെന്നുള്ളതും കൂടി ചേർത്ത് അവന്തിക കുറച്ച് സെന്റി ഡയലോഗും കൂടി അടിച്ച എല്ലാവരും, പ്രത്യേകിച്ച് അച്ഛൻ, അവന്തികയുടെ ഭാഗത്ത് നിന്ന് അവൾക്ക് മാപ്പ് കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്യും. പിന്നെ എന്താ നടക്കുന്ന ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാക്കണ്ടേ സന്ധ്യയെ? ഇങ്ങനെ സ്വയം തകർന്ന് എത്ര ദിവസം ഞാൻ ജീവിക്കും? രണ്ടും കൽപ്പിച്ച് അവന്തിക എങ്ങനെ ഒരു പോരിനിറങ്ങുമ്പോ എങ്ങനെ തടയിട്ട് നിർത്തും നമ്മള്? നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? സാധിക്കും. രണ്ടും കൽപ്പിച്ച് പോരിനിറങ്ങുന്നവരെ തടയിട്ട് നിർത്തിയിട്ട് കാര്യമില്ല. നമ്മളും രണ്ടും കൽപ്പിച്ചിറങ്ങണം. എന്നിട്ട് എന്തായുധാണോ നമുക്കെതിരെ പ്രയോഗിക്കുന്നത് അത് തന്നെ തിരിച്ചും പ്രയോഗിക്കണം. ഗർഭിണിയായതുകൊണ്ടല്ലേ അച്ഛനെല്ലാം ക്ഷമിച്ചതും ഏട്ടത്തി ആ വീട്ടിൽ ഇപ്പോഴും ഉള്ളതും. എന്നാ ഏട്ടത്തി ഗർഭിണി അല്ല എന്നുള്ളതും അത് നെല്ലിശ്ശേരിയിൽ നിൽക്കാൻ വേണ്ടി ഏട്ടത്തി ഉണ്ടാക്കിയ കഥയാണെന്നും തെളിയിക്കണം. സത്യം അച്ഛന് ബോധ്യമായ അച്ഛനായിട്ട് തന്നെ ഇനി ഇറക്കി വിട്ടോളൂ. അതിന് സന്ധ്യ ഡോക്ടറുടെ സഹായമാണ് എനിക്ക് ആവശ്യം. എന്റെ സഹായം? ഞാനെന്താ ചെയ്യണ്ടേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.